എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ ന്യൂസിലൻഡ് മത്സരത്തിനായാണ്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ ദുബായിൽ വച്ചിട്ടാണ് ഈ തീപാറും പോരാട്ടം. ഇപ്പോഴിതാ ഇതിനു മുന്നോടിയായി ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. കോഹ്ലിയുടെയും ഹാർദിക്കിന്റെയും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കോഹ്ലി ഇന്നും സെഞ്ചുറി നേടി. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 100 ലൈക്ക് ആണ്. ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ 2 മത്സരവും ജയിച്ച് ഇന്ത്യ ഓൾറെഡി സെമി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചതാണ്. ഇന്ത്യക്കൊപ്പം ന്യൂസിലാൻഡ് ആണ് സെമിയിൽ ഉള്ളത്. ഇന്ത്യയുടെ എതിരാളികൾ ആരെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് സെമി ഫൈനലിന് മുന്നോടിയായി ഉള്ള പ്രാക്ടീസ് മാച്ച് പോലെയാണ് ഇരു ടീമുകളും കരുതുന്നത്. ആദ്യ കളി ബംഗ്ലാദേശിനെയും രണ്ടാം മത്സരം പാകിസ്ഥാനെയും തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ വരവ്. മികച്ച ഫോമിലാണ് നിലവിൽ ഇന്ത്യൻ ടീം കളിക്കുന്നത്. എന്നാൽ ഇനിയുള്ള എതിരാളികൾ ഇന്ത്യക്ക് പണ്ടത്തേതുപോലെ എളുപ്പമായിരിക്കില്ല. ന്യൂസിലൻഡ് ശക്തരാണ്. മികച്ച പ്ലേയേഴ്സ് ആണ് അവർക്ക് ഉള്ളത്. അതുകൊണ്ടുതന്നെ ഇനി ഇന്ത്യ കുറച്ച് ശ്രദ്ധിച്ചു കളിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്ന് ഉറപ്പാണ്. ഇപ്പോഴിതാ ന്യൂസിലൻഡ് മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ ഇന്ത്യയുടെ താരം ആയത് കോഹ്ലിയും ഹാർദിക്കും ആയിരുന്നു. കോഹ്ലി പതിവ് പോലെ മെല്ലെ തുടങ്ങി പിന്നീട് അറ്റാക്ക് ചെയ്തു കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 56 ബൌളിൽ കോഹ്ലി വീണ്ടും തന്റെ 52ാം സെഞ്ചുറി കുറിച്ചു. 11 ഫോറും 3 സിക്സും ഉൾപ്പെടെയായിരുന്നു കോഹ്ലിയുടെ ഇന്നത്തെ ഇന്നിംഗ്സ്. ഇന്ത്യൻ ആരാധകരെ രോമാഞ്ചം കൊള്ളിക്കുന്ന പ്രകടനമാണ് കോഹ്ലി ഇന്ന് പുറത്തെടുത്തത്. ഒപ്പം ഹാർദിക്കും മികച്ച രീതിയിൽ തന്നെ ബാറ്റ് കൊണ്ട് സംഭാവന നൽകി. ഓപ്പണിംഗിൽ രോഹിത് ഗിൽ കൂട്ടുകെട്ട് ഫ്ലോപ്പ് ആയെങ്കിലും ഇന്ത്യയുടെ മധ്യനിര കളി നിയന്ത്രണത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. മാറ്റ് ഹെൻറി, ഓറുക്ക് എന്നിവർ എല്ലാം ഇന്ന് ശരിക്കും അടിവാങ്ങിക്കൂട്ടി. ഇന്ത്യ മികച്ച രീതിയിലാണ് ഇപ്പോൾ ഏകദിനത്തിൽ കളിക്കുന്നത്. രോഹിത്, കോഹ്ലി, ഗിൽ തുടങ്ങിയവരാണ് ഇന്ത്യയുടെ തുറച്ചീട്ട്. ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ കോഹ്ലി കത്തിക്കയറിയാൽ ഇന്ത്യ റെക്കോർഡ് വിജയം സ്വന്തമാക്കും എന്ന് ഉറപ്പാണ്. കോഹ്ലി തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയുടെ നട്ടെല്ല്. അതുപോലെ ബൌളിംഗിൽ ഷമി വീണ്ടും 5 വിക്കറ്റ് നേടി ന്യൂസിലാൻഡിനെ വിറപ്പിച്ചു. ഏകദിനത്തിൽ ഇന്ത്യ തങ്ങളുടെ പീക്ക് ഫോമിലാണ് കളിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഈ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ തന്നെ തൂക്കും എന്നാണ് പ്രവചനം. കാരണം അത്രയ്ക്കും മികച്ച കളിയാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് ബാറ്റിംഗിൽ. ഇന്ത്യയുടെ ഇന്നത്തെ അറ്റാക്കിംഗ് ശൈലിയിലുള്ള ബാറ്റിംഗ് കണ്ട് ന്യൂസിലൻഡ് താരങ്ങളെല്ലാം ഞെട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇത് പാകിസ്ഥാൻ അല്ല, ന്യൂസിലൻഡിനും മികച്ച കഴിവുള്ള താരങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തീപാറും പോരാട്ടം ആയിരിക്കും ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ കോഹ്ലി ഇങ്ങനെ കളിച്ചുവെങ്കിൽ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ കോഹ്ലിയുടെ വെടിക്കെട്ട് പ്രകടനം ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇന്നത്തെ പ്രാക്ടീസ് മാച്ച് ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. മികച്ച പ്രകടനം തന്നെ ഇന്ത്യൻ താരങ്ങൾ കാഴ്ചവെച്ചു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ ജയിക്കുമോ? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.